രാമജന്മഭൂമിയിൽ അയോധ്യയിൽ രാമമന്ദിരം പുനർനിർമ്മിച്ച് അത് പ്രാണപ്രതിഷ്ഠ നടത്തി രാംലല്ലയെ അവിടെ ഇരുത്തി ഇരുത്തുന്ന ആ ഒരു പുണ്യ ദിവസമാണ് നാളെ ജനുവരി 22. ആ ദിവസത്തെ ഞാൻ കാണുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 500 കൊല്ലത്തിന് മുമ്പ് ഹിസ്റ്ററി നോക്കി അറിയാം, രാമമന്ദിർ പൊളിച്ചു, ബാബറുടെ കാലത്ത് പൊളിച്ചു. അത് കഴിഞ്ഞിട്ട് രാമമന്ദിർ മാത്രമല്ല, പല ടെമ്പിൾസും പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ അന്നും ഇന്നുമുള്ള ഹിന്ദുക്കൾ ഇത് നോക്കി നിൽക്കേണ്ടി വന്നു. അവരുടെ ആയുധ ബലത്തിന് മുമ്പ് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ വന്നു. മുഗളുകാരും അന്നത്തെ ഹിന്ദുക്കളും തമ്മിൽ കണ്ടിന്യൂസ് ആയിട്ട് റെഗുലറായിട്ട് പല സമയത്തും ഫൈറ്റൊക്കെ ഉണ്ടായെങ്കിലും ആ ഒരു റൈവൽറി എന്ന് പറഞ്ഞുകൂടെ, അവരുടെ സ്വത്വം വീണ്ടെടുക്കുന്നതിനുള്ള ആ ശ്രമം സാധിച്ചത്, സഫലമായത് ഇപ്പോഴാണ്. അതായത് ഹിന്ദുക്കൾക്ക്, ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്ക് ഡ്യൂ ആയിരുന്ന അവരുടെ റൈറ്റ്സ്, പൈതൃകമായി അവർക്കുള്ള റൈറ്റ്സ് മറ്റുള്ളവർ കൈയടക്കി വെച്ചിട്ട് അത് പിടിച്ചെടുക്കാൻ അവർ പെട്ട പാട്, ഇത്രയും വലിയ പോപ്പുലേഷൻ ഉണ്ടായിട്ട് അവർക്ക് പറ്റാതിരുന്ന അവസ്ഥ മറ്റു വല്ല സമൂഹവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കാറുണ്ട്. ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജൊക്കെ നോക്കുമ്പോൾ 80% വരുന്ന ഹിന്ദുക്കൾ ഉണ്ടായിട്ടും അവർക്കിത് പിടിച്ചെടുക്കാൻ ഇത്ര കാലം നോക്കിയിരിക്കേണ്ടി വന്നുള്ള ഒരു ദുരവസ്ഥയെല്ലാം കഴിഞ്ഞ്, നീണ്ട യുദ്ധത്തിന് ശേഷം, നീണ്ട പലതരത്തിൽ നെഗോസിയേഷന് ശേഷം, നീണ്ട ലീഗൽ ബാറ്റിലിന് ശേഷം അവസാനം അവർക്ക് ലീഗൽ റെസൊല്യൂഷൻ ഉണ്ടായി. ഏതാണ്ട് എല്ലാവരും തന്നെ അംഗീകരിച്ചു. അവിടെ ഇവിടെയും ചില ഭ്രാന്തന്മാർ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന് വേണ്ടി പലരെയും മനസ്സിനെ വ്രണപ്പെടുത്തുകയോ കുത്തിപ്പൊക്കുകയോ കലഹം ഉണ്ടാക്കുകയോ ചെയ്തത് ഒഴിച്ചു നിർത്തിയാൽ പൊതുവെ നല്ല ഒരു റെസൊല്യൂഷൻ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത റെസൊല്യൂഷൻ വന്നു. ഒരു കോടതിയിൽ നിന്ന് ഒരു റെസൊല്യൂഷൻ വന്നു. ആ കോടതിയുടെ റെസൊല്യൂഷൻ അനുസരിച്ച് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1500 മുതൽ തുടങ്ങിയ ആ ദുരവസ്ഥ മാറി. നമ്മുടെ ഇപ്പോൾ BJP ഗവൺമെൻറ്, മോഡിജിയുടെ ഗവൺമെൻറ്, അദ്ദേഹത്തിൻ്റെ പ്രോ ആക്റ്റീവ് ആയിട്ടുള്ള ഗൈഡൻസോട് കൂടി ആ രാമജന്മഭൂമിയിൽ രാമമന്ദിർ കൺസ്ട്രക്ഷൻ ആ ടീം ആ വർക്ക് 2020 തുടങ്ങി. 2024 ജനുവരി 22 പണി കംപ്ലീറ്റ് ആയില്ലെങ്കിലും അതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന നാളത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. എ മൊമെൻ്റ് ഓഫ് ടുഗദർനെസ്, എ മൊമെൻ്റ് ഓഫ് ഹാപ്പിനെസ്, എ മൊമെൻ്റ് ഓഫ് ഗ്രേറ്റ് റിലീഫ്. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത്, ഇത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ രാമ ടെമ്പിൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ആ കമ്മിറ്റി എടുത്തിരിക്കുന്ന എഫർട്ട് ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മഹാത്മ്യം മനസ്സിലാകും. ആ രാമ ടെമ്പിൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നു. ഏതാണ്ട് ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഏതാണ്ട് 28 സ്റ്റേറ്റിൽ 18 സ്റ്റേറ്റിൽ നിന്നും പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുന്നു. ഈ എങ്ങനെയൊക്കെ പാർട്ടിസിപ്പേഷൻ വന്നിരിക്കുന്നു, ഞാൻ ചില എക്സാമ്പിൾസ് ഞാൻ നോട്ട് ചെയ്താൽ പറയാം. ഒരു ജയൻറ്റ് ബെല്ല് തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. മറ്റ് 42 ബെൽസ് നാമക്കലിൽ നിന്ന് വന്നിരിക്കുന്നു. നല്ല ഹൈ ക്വാളിറ്റി ഡോഴ്സ്, എനിക്കതിൻ്റെ കറക്റ്റ് വാക്കുകൾ ഓർമ്മ വരുന്നില്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു. ഗോൾഡ് പ്ലേറ്റഡ് ഡോഴ്സ് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്നു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ 17 സ്റ്റേറ്റുകളിൽ നിന്നും ആളുകൾ റിസോഴ്സസ്, മെറ്റൽസ്, കല്ല്, അവരുടെ ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ, പെൻഷനേഴ്സ് ഡൊണേഷൻ,